നമസ്കാരം. നമുക്കിന്ന് പൈനാപ്പിൾ പായസം തയ്യാറാക്കാം. പൈനാപ്പിൾ പായസത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത് ഏകദേശം ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ശർക്കര, ഒരുണ്ട ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ, ഒന്നാം പാല് ഏകദേശം 1 കപ്പ് വേണം. രണ്ടാം പാല് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ നെയ്യ് ഏകദേശം 2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇത്രയുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്വാദിഷ്ടമായ പൈനാപ്പിൾ പായസം തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ആദ്യം ഒരു പാത്രം വെച്ചിട്ട് ഈ ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കണം. ഒരുണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് പാനിയാക്കാൻ വെക്കണം. ശർക്കര പീസസ് എല്ലാം നന്നായിട്ട് അലിഞ്ഞ് പാനിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. മറ്റൊരു ചൂടുകട്ടിയുള്ള പാത്രം വെച്ചിട്ട് പാത്രം ചൂടായ നെയ്യ് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് റോസ്റ്റ് ആയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ നെയ്യിൽ നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ ആ സെയിം നെയ്യിലേക്ക് നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങൾ ചേർത്ത് വെക്കാം. ഒരു 5 മിനിറ്റോളം ഇതൊന്ന് നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. അതുവരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നെയ്യിൽ കിടന്ന പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റായിട്ട് ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് രണ്ടും കൂടി ചേർന്ന് ഒന്ന് തിളച്ച് വരണം. ശർക്കരപ്പാനി കിടന്ന് നന്നായിട്ട് പൈനാപ്പിൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 കപ്പോളം എടുത്തിട്ടുണ്ട് രണ്ടാം പാല്. ഇനി ഇതെല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 7 മിനിറ്റായിട്ട് ഇങ്ങനെ തിളച്ച് ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒന്നാം പാല് 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പകുതി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. പകുതി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുകൂടെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ. ഇതിപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഒന്നാം പാലും കൂടെ ബാക്കി 1/2 കപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായി വരണം, തിളയ്ക്കണ്ട. അത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ പായസം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ നെയ്യിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.